ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പലരുടെയും കിളി പോയ ദിവസം ആയിരുന്നു അല്ലേ? അവസാനം എല്ലാവരും ഒരു 50-ൽ പരം ആൾക്കാർ എനിക്ക് പലരും ഫോൺ ചെയ്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ് ടൈമിൽ എനിക്ക് ഫോൺ ചെയ്യാൻ പാടില്ല. അറിയാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ട്രേഡിംഗ് ടൈമിൽ എനിക്ക് ഫോൺ ചെയ്യരുത്. ഒന്നാമത് കരുത്. രണ്ടാമത് കാര്യം, ധാരാളം പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതിന് കഴിവതും ഞാൻ റിപ്ലൈ ചെയ്യാറുമുണ്ട്. ഈവൻ മാർക്കറ്റ് ടൈമിലാണെങ്കിൽ പോലും ഞാൻ മെസ്സേജ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ സാറെ കയറുവോ ഇറങ്ങുവോ, ഇതെടുക്കട്ടെ, കോൾ എടുക്കട്ടെ, പുട്ടെടുക്കട്ടെ എന്ന് ചോദിക്കുന്നതാണ്. കാണും, പക്ഷേ ഞാനത് മറുപടി അയക്കാറ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നൊരു 50-ൽ പരം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഇതെന്താ സെൻസെക്സിൽ സംഭവിക്കുന്നത്, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, 600-700 പോയിൻ്റ് അകലെയുള്ള പ്രീമിയം സ്ട്രൈക്കുകൾക്കൊക്കെ വളരെ വലിയ പ്രീമിയം, ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ധാരാളം ആൾക്കാർ മെസ്സേജ്. സത്യം പറഞ്ഞാൽ ഇതിന് മറുപടി പറയാൻ എനിക്കും വിവരമില്ല. ഉള്ള കാര്യം പറയുള്ളൂ, എനിക്കിതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ല. ഞാൻ ഈ തമ്പനയിൽ സൂചിപ്പിച്ച പോലെ പൊട്ടിയ പട്ടം പോലെ കിടന്ന് കറങ്ങുകയാണ് ഇന്ത്യൻ മാർക്കറ്റ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു മനുഷ്യനും അറിയുകയില്ല. അതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. 12-ാം തീയതി റീറ്റെയിലേഴ്സ് ട്രേഡിങ് നിർത്തിവെക്കുന്നു. അന്നത്തെ ദിവസം റീറ്റെയിലേഴ്സ് ആരും ട്രേഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം വലിയ വലിയ ടീമുകൾ ബെറ്റ് വെച്ച് അവർ പൈസ ഉണ്ടാക്കും. കാരണം അവരുടെ കോടികളുണ്ട്. അവർക്കത് ഹെഡ്ജായിട്ടും അല്ലെങ്കിൽ ഫാർ മന്ത് ഓപ്ഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ടും ഒക്കെ ചെയ്ത് അവർക്കതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ 5,000, 10,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം അല്ലെ 10 ലക്ഷം വരെ വെച്ച് ഓപ്ഷൻസ് എല്ലാം ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ശരിക്കും പെട്ടുപോകും. ആരോട് സമാധാനം പറയാനാ? പണ്ടൊരു കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ജെയിൻ സ്ട്രീറ്റ് ഇതുപോലെ മാനിപ്പുലേഷൻസ് കാണിച്ച് കോടികളുണ്ടാക്കി എങ്ങാണ്ട് 40,000, 50,000 കോടിയോ അതോ ലക്ഷമോ കോടികൾ ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് അടിച്ചു കൊടുത്ത ഫൈൻ 4,000. അതിനുശേഷം എല്ലാം പിന്നെ അവർ ചെയ്ത് ശരിയായിരുന്നു, അവരത് ചലഞ്ച് ചെയ്തു, സംഗതി സോൾവായി. നഷ്ടം പറ്റിയത് ആർക്കാണ്? ജെയിൻ സ്ട്രീറ്റിൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ അതിനെപ്പറ്റി വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാം തന്നെയാണ്. കാരണം 15 മിനിറ്റ് നേരം മാർക്കറ്റ് നിശ്ചലമായി നിൽക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നില്ല. അതിന് ശേഷം വീഴുന്ന വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നു. അപ്പം കയ്യിലിരിക്കുന്ന പ്രീമിയം ഉരുക്കിത്തീരുന്നു. അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം കർട്ടൻ്റെ പുറകിൽ പല നടക്കുമെങ്കിലും പ്രീമിയം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയത്തില്ല എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ ഒരു ഗ്യാംബ്ലിംഗ് മനോഭാവമാണ് വരുന്നത് അല്ലേ? ബെറ്റ് വെക്കുവാണ്, ഗ്യാംബിൾ ചെയ്യുക. ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറില്ല, കുലുക്കി കുത്തുകളിയില്ലേ, ഉത്സവപ്പറമ്പിലെ കുലുക്കി കുത്തുകളി എന്ന് പറഞ്ഞ പോലെ വെയ് രാജ വെയ് 1 വെച്ചാൽ 2 കെട്ടി, 2 വെച്ചാൽ 4 കെട്ടി. ഇപ്പോൾ ഇതാ സംഭവിക്കുന്നത്. 3:15 ശേഷം വെയ് രാജ വെയ് പരിപാടിയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞത്, നിങ്ങൾ 3 മണിക്ക് 3:10, 3:15 മുന്നേ നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അത് നിങ്ങൾ ഏറെക്കുറെ ആൾക്കാരത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പൈസ കളയണം നിർബന്ധമുള്ളവർ ബെറ്റ് വെക്കുന്നു, കിട്ടുന്നത് മേടിക്കുന്നു, പോകുന്നത് ആരോടും പറയാതെ, പോയതിന് ശേഷം ആരോടും പറയാതെ മിണ്ടാതിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ അതിനെ തിരുത്താനൊന്നും പറ്റത്തില്ല. നമുക്ക് പാകം പോകാൻ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണിക്കാം. ഒരു ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല, അപ്പോൾ എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. 12-ാം തീയതിയാണ് ഇനി സമയമുണ്ട്. അതായത് നെക്സ്റ്റ് എക്സ്പയറി നിഫ്റ്റിയുടെ എക്സ്പയറിയുടെ നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ ട്രേഡുകൾ ചെയ്യാനുള്ളൊരവസരം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ക്ഷമയും കാത്തിരിക്കാനുള്ളൊരവസരവും കൃത്യമായ റെസൻസും സപ്പോർട്ട് എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ആ അവസരങ്ങൾ ധാരാളം പേര് ഇന്ന് വിനിയോഗിച്ചു. പലരും മെസ്സേജ് അയച്ചു, സാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ലോസുകളൊക്കെ ഞാൻ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജുകൾ ധാരാളം പേര് അയച്ചു. ഓക്കെ, സന്തോഷം. അത് മാത്രമേ പറയാനുള്ളൂ. വേറെ തള്ളി മറിക്കാനൊന്നും നമ്മളില്ല. എന്തായാലും ദൈവം സഹായിച്ച് നമ്മൾ വരച്ച വരയ്ക്കകത്ത് തന്നെ ഇന്ന് മാർക്കറ്റ്
നിന്നു. ഞാൻ ഇന്ന് കൃത്യമായിട്ട് ക്ലിയറായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ 666 കടക്കണം, അല്ലെങ്കിൽ 616 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം, അല്ലെങ്കിൽ 666 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഈ 2 പോയിന്റിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ എന്ന് ക്ലിയറായിട്ട് ഇന്ന് രാവിലെ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. മാർക്കറ്റ് അതുപോലെ തന്നെ 666 വന്നു തട്ടി നേരെ ആദ്യത്തെ 2 ക്യാൻഡിൽ നമുക്കറിയാം. ഇവിടെ 666 വന്നതിന് ശേഷം നല്ല 2 ഭീകരമായ 2 ക്യാൻഡിൽ വീണു. ഈ ക്യാൻഡിൽ ഇറങ്ങിപ്പോയവർ മിടുക്കന്മാർ. നമുക്കൊരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ 2 ക്യാൻഡിൽ, ഇതിപ്പോൾ സമയം എത്രയായി? 10 മണി ആയതേ ഉള്ളൂ. ഇത് 10 മണി ആയപ്പോഴാണ്, ഇത് നോക്കിക്കാൻ മനസ്സിലാവും. 5, 10, 15, 20, 25, 30, 35, 40, 45, 9, 15 മാർക്കറ്റ് കൊടുക്കുന്നത്. 10 മണിയായി, 45 മിനിറ്റ് ആകുമ്പോൾ 10 മണിയായി. 10 മണിക്ക് വീണ ക്യാൻഡിലാണ് ഈ 2 ഇല്ലേ. നമ്മൾ ഈ 2 ക്യാൻഡിൽ വീഴുമ്പോൾ നമ്മുടെ മല്ലു സ്വഭാവം അല്ലെ, ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞ ഈ കാര്യം, മലയാളിയുടെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ക്യാൻഡിൽ ഇത് നോക്കിയ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ റെഡിഷാണ്, ബെയറിഷ് മർബോസു ഇല്ലേ, ബെയറിഷ് മർബോസുമാണ്. അതിനോടനുബന്ധിച്ച് വന്ന ക്യാൻഡിലും സൂപ്പർ നെഗറ്റീവ് ക്യാൻഡിലാണ്. മാർക്കറ്റ് ഇപ്പം പൊട്ടി തകരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് ഇവിടെ ട്രേഡ് എടുത്തു. ഇവിടെ 666 ട്രേഡ് എടുത്തു. അതിനുശേഷം ഈ 2 ക്യാൻഡിൽ ശേഷം നമ്മുടെ ധാരണ എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്? മാർക്കറ്റ് ഇവിടെ നിന്ന് പൊട്ടാൻ പോകുക. കാരണം എന്താണ്? നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് വീണേക്കുന്നത്, മാർക്കറ്റ് പൊട്ടി തകരും എന്ന് പറഞ്ഞ് ഇത് ഹോൾഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 10 മണി ആയതേ ഉള്ളൂ അല്ലേ. മാർക്കറ്റ് തീരാൻ ഇനിയും 5 മണിക്ക് 10ഉം 5ഉം 5.5 മണിക്കൂർ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഇങ്ങനെ പൊട്ടി വീഴാണെങ്കിൽ 5.5 മണിക്കൂറിന് എന്തുമാത്രം പൊട്ടണം ഇല്ലേ. ഇന്ന് എക്സ്പയറിയാണ്, വാലുകളുടെ കളിയാണ്, വോളറ്റാലിറ്റിയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ബുദ്ധിയിലൂടെ ചിന്തിക്കുന്നു. 2 ബർബോസു പിന്നെ സ്ട്രോങ് ക്യാൻഡിൽ വീണു, അങ്ങനെയാണ് മാർക്കറ്റ് പടപടാതെ പൊട്ടി താഴോട്ട് വീഴും. അങ്ങനെ സംഭവിച്ചില്ല. ഇങ്ങനെയുള്ള സിനാരിയോ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടും പൈസ പോയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇത് ആവർത്തിക്കുന്നു, അന്ധമായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഞാൻ ഇതൊക്കെ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാനുണ്ട്. ഇവിടെ എത്തിയപ്പം വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു, മാന്യമായിട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, പിന്നെ നിങ്ങൾക്ക് റീ എൻട്രി നോക്കാം എന്നൊക്കെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ വീണ്ടും അന്ധമായി ഹോൾഡ് ചെയ്യുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, വെറും സഹതാപം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്രയും ഭാഗം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കൃത്യമായി മാന്യമായി ഇവിടുന്ന് ഇപ്പോൾ 666, 616, 10, 50, 60 പോയിൻറ്റിനടുത്ത് നമുക്കിവിടെ ഒരു കിട്ടി. മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് പഴയ അവിടെ തന്നെ പോയി ഇല്ലേ. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഗോസ്റ്റിനെ വെച്ചത് ഇല്ലേ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് തിരിച്ച് ഒന്നുകിൽ ഓപ്പണിംഗ് റേഞ്ചിലോട്ട് എത്തി. ഇവിടെ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ബുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. വീണ്ടും പോയി, വീണ്ടും വന്നു, വീണ്ടും പോയി, വീണ്ടും വന്നു. എത്രയോ അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 666 കഥയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പിൽ സംസാരിച്ച് തമാശ രൂപേണയാണെങ്കിലും നമ്മൾ 666 കഥകളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ സംസാരിച്ചു ഇല്ലേ. അപ്പം നമ്മൾ വിചാരിച്ച റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് നിന്നത്. അത് നിങ്ങൾ എത്ര പേര് യൂട്ടിലൈസ് ചെയ്തു നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എനിക്കത് അറിയാനും. മറ്റുള്ളവർക്കും അതൊരു പാഠമായിരിക്കും. നിങ്ങൾ എത്ര പേര് ന്യായം പാലിച്ച് ട്രേഡ് ചെയ്തു ഇന്നത്തെ ദിവസം, ന്യായമായിട്ട് മാന്യമായിട്ട് നിങ്ങൾ എത്ര പേര് ട്രേഡ് ചെയ്തു എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടെ അതെന്താണ് ഒരു വഴികാട്ടിയാണ്. മറ്റുള്ളവർക്ക് അവരുടെ അതൊരു പാഠമായിരിക്കും. അവരൊക്കെ അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പം നിങ്ങളെക്കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ വേറെ നമ്മൾ തമ്മിൽ കാണുന്നില്ല. പക്ഷെ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുമ്പം ആ കമൻറ്റ് വായിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെയാണ് നാളെ ഞാനും അങ്ങനെ ചെയ്യാം എന്നൊരു മനോഭാവം മറ്റുള്ളവരിൽ നിങ്ങളുടെ കമൻറ്റ് മുഖാന്തരം മറ്റൊരാളുടെ മനസ്സിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ബെറ്റർ ഇല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തവർ മാത്രം ചുമ്മാ കള്ളത്തരൊന്നും എഴുതണ്ട, ഉള്ള കാര്യം ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ധാരാളം പേരുണ്ട് എനിക്കറിയാം, ബട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ ഇനി ഇത്രയും കാര്യം കഴിഞ്ഞു, അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഇനി നമുക്ക് നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഡെയിലി ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഈ കാണുന്നത് നമ്മുടെ ഡെയിലി ചാർട്ടാണ്. വീക്കിലി അനാലിസിസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉള്ളത് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,636 എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഹൈ ആണ്, റീസെൻ്റ് പ്രീവിയസ് ഹൈ. അതായത് ഏപ്രിൽ മാസം ഉണ്ടായ ഒരു ഹൈയിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വീണു ഇല്ലേ. ഒരു മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്യാൻഡിലും ഉണ്ടായി. സെക്കൻഡ് ഡേ ഒരു ക്യാൻഡിലുണ്ടായി, റെഡ് ക്യാൻഡിലാണ്, ബട്ട് അത് ഒരു റിവേഴ്സൽ അല്ല, ഇത് റിജക്ഷൻ ക്യാൻഡിലാണ് അല്ലേ. ആ റിജക്ഷൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്, ബട്ട് ഇതിന് താഴെയാണ്, ബട്ട് ഇത് റിജക്ഷൻ ക്യാൻഡിലാണ്. അപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിൽ തന്നെ വീണത്. പക്ഷേ ഈ റിജക്ഷൻ ക്യാൻഡിൽ അത്ര ശക്തി ഇതിനില്ല, ശരിയല്ലേ. ഇത് വെരി ബുള്ളിഷാണ്, വെരി ബുള്ളിഷ് കൺഫേംഡ് ഒരു ക്യാൻഡിലാണ്. നിങ്ങൾ ശാന്തമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കി കേൾക്കുക, പഠിക്കുക. നമ്മൾ നമ്മുടെ ഓരോ വീഡിയോവും ഓരോ ദിവസവും ഓരോ പഠനങ്ങളാണ്, അതൊക്കെ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ഡേ നമുക്ക് ഒരു ഭയങ്കര ബുള്ളിഷ് ക്യാൻഡിൽ നമ്മളോട് മാർക്കറ്റ് പോകുമെന്നൊരു തോന്നിപ്പിക്കുന്ന രീതിയിലൊരു വലിയ ബുള്ളിഷ് ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും അല്ലേ. നെക്സ്റ്റ് ഡേ വീണ്ടും വന്നു റെഡാണ്, ബട്ട് എന്ത് ചെയ്യാണ്, റിജക്ഷനാണ്. നമ്മുടെ ഈ ലൈൻ്റെ മുകളിൽ തന്നെയാണ് ക്ലോസിങ്. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ശക്തി കുറഞ്ഞ റിജക്ഷനാണ് അല്ലേ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജിയാണ്, കയ്യാലെ പുറത്തെ തേങ്ങയാണ്, ശരിയല്ലേ. കയ്യാലെ പുറത്തെ തേങ്ങയാണ്, എങ്ങോട്ട് വേണേലും വീഴാം എന്നുള്ളൊരവസ്ഥയിലാണ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി അടുത്ത കാര്യം കൂടെ പറയാം. മാർക്കറ്റ് ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ 23,600, ഇത് 23,600 ഈ കാണുന്നത് ഇല്ലേ. ഈ ഒരു ലോ എന്ന് പറയുന്നത് 23,600. 23,600 നിന്ന് ഏകദേശം 1000 പോയിൻ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലും ഇല്ലാതെ 1000 പോയിൻ്റ് മാർക്കറ്റ് ഇവിടുന്ന് റാലി ചെയ്തു. അപ്പം എന്തായാലും ഒരു കറക്ഷൻ ആവശ്യമാണ്. ആസ് പെർ നമ്മുടെ റൂൾ അനുസരിച്ച്, അല്ലെങ്കിൽ ആസ് പെർ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് 1000 പോയിൻ്റ് റാലി ചെയ്യുമ്പോൾ ഒരു 10, 300, 400 പോയിൻ്റെങ്കിലും എന്ത് ചെയ്യണം, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാഹചര്യം ഉണ്ടാവണം. അതാണ് ഒരു നോർമൽ മാർക്കറ്റിൽ. ഇപ്പം നോർമൽ മാർക്കറ്റ് അല്ലാതെ വേറെ സത്യം, മാർക്കറ്റിന് തോന്നിയ പോലെയാണ് പോകുന്നത്. എങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പരമ്പരാഗത രീതി വെച്ചിട്ട്, പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 പോയിൻ്റ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 300-400 പോയിൻറ്റിൻ്റെ ഒരു കറക്ഷൻ ആവശ്യമാണ്. അതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി. അതൊരു ഹെൽത്തി മാർക്കറ്റിൻ്റെ ലക്ഷണം അതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ്. 1000 പോയിൻറ്റിന് അടുത്തത് ശേഷം ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. അപ്പം നിങ്ങൾ പറയും സാറിന് എപ്പോഴും PE ഉള്ളത്. എനിക്ക് PE അല്ല, ഞാൻ ഈ പടത്തിൽ കാണുന്ന, അല്ലെങ്കിൽ കബഡി പലകയെ കാണുന്നതാണ് ഞാനീ പറയുന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് PE എന്നോ CE എന്നോ ഇല്ല. നമ്മളിതിനകത്ത് കാണുന്ന കാര്യം ഉള്ള പോലെ പറയുന്നു. അല്ലാതെ നിങ്ങളിപ്പോൾ എല്ലാവരും, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും CE ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും PE ഉണ്ട്, അതുകൊണ്ട് നാളെ മാർക്കറ്റ് പൊട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റും എന്താണ് ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത്, ചാർട്ടിൻ്റെ സ്വഭാവം എന്താണ്, അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പ്ലസ് നമുക്ക് ഗ്ലോബൽ ന്യൂസുകളോട് നമ്മൾ നോക്കേണ്ടി വരും. ഇത്രയാണ് ഇതിൻ്റെ അടിസ്ഥാനം. എനിവേ, അപ്പോൾ എന്തായാലും ഇപ്പം ഈ 636 മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നാളെ ഈ പറയുന്ന പോലെ തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ 636 സസ്റ്റെയിൻ ചെയ്ത് മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്സൈഡ് ട്രെൻഡ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഇനിയിപ്പം ഡെയിലി ക്യാൻഡിലോട്ട് ഇൻട്രാഡേ വൈസിലോട്ട് നമുക്ക് വരാം. ഇൻട്രാഡേ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂതങ്ങളെയൊക്കെ നമുക്ക് പുറത്താക്കാം, അവിടെ ഇരുന്നോട്ടെ. നാളെ നമുക്ക് അറിയാമല്ലോ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് നോക്കാനുള്ളത്, ഇന്ന് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് റിലയൻസ് ആണ്. നല്ല രീതിയിൽ റിലയൻസ് ഇന്ന് പെർഫോം ചെയ്തു. ആ റിലയൻസിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് നിങ്ങളോടല്ലേ, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം റിലയൻസിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. റിലയൻസിൻ്റെ സ്വഭാവം ഇന്ന് 3.5% റിലയൻസ് ഇന്ന് കയറി. ബാക്കി എല്ലാവരും ന്യൂട്രൽ സ്റ്റാൻഡിലായിരുന്നു. ഞാൻ SBI പറഞ്ഞ 1000 റേഞ്ചിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എത്ര പേര് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് റിലയൻസിനെയും IT നിങ്ങൾ നോക്കണം പറഞ്ഞ് റിലയൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും മാർക്കറ്റ് പിടിച്ചു നിന്നത്. ഓക്കെ, നാളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാളെ ഈ റിലയൻസിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഗ്രൂപ്പിൽ ആ ചാർട്ട് ഇട്ടായിരുന്നു. റിലയൻസിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു റെസിസ്റ്റൻസിലാണ് നമ്മൾ വരച്ച ഒരു ഇത്. ഈ ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു.
കൃത്യമായി നമ്മുടെ വരയിൽ തട്ടി നിൽക്കുകയാണ്. ആര്? റിലയൻസ്. അപ്പം നാളെ ഈ 1323 മുകളിൽ റിലയൻസ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിനകത്തൊരു ബുള്ളിഷ് മൊമെൻറ്റം വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയും ആ വഴിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ബാക്കി എല്ലാവരും ന്യൂട്രലായിട്ടോ അല്ലെ ഒരു ചെറിയ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ. അല്ല മറ്റുള്ളവരെല്ലാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ HDFCക്ക് ഒറ്റയ്ക്ക് ഇതിനെ വലിച്ചു മേലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും നിങ്ങൾ റിലയൻസിനെ വാച്ച് ചെയ്യുക, ഈ ലെവലിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് നാളത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 616. ഈ 616. ഓക്കെ, ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു നെഗറ്റീവിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നാളെ രാവിലെ എന്താ സംഭവിക്കുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഒരു നെഗറ്റീവ് മോഡിലാണ്. കാരണം US നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ 2 ദിവസം കൊണ്ട് വലിച്ചു വെച്ച് കയറിയതാണ്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും ഇപ്പോൾ കാണുന്നത്. എന്തായാലും 1300 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഡൗ ജോൺസ് ഓടുന്നത്. നാസ്ഡാക്ക് ഫ്ലാറ്റിലുമാണ് ഓടുന്നത്. US ഓയിൽ ഇതാ പറന്ന് കയറുന്നു. US ഓയിൽ മേലോട്ടാണ് പോകുന്നത്. അപ്പോൾ ക്രൂഡ് മേലോട്ടാണ്, അപ്സൈഡ് ഒരു ട്രെൻഡാണ്. ഗോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തതിന് ശേഷം നോക്കിയാൽ മനസ്സിലാവും. ഒരു 10-200 പോയിൻറ്റ് നല്ല രീതിയിൽ ഗോൾഡ് കയറി. അതിന് ശേഷമാണ് ഞാൻ ഗോൾഡ് ഡോളറിലാണ് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു ആടിക്കളിച്ച് നിൽക്കുകയാണ്. 4306 മുകളിൽ പോയെങ്കിൽ മാത്രമേ പിന്നെ ഇനിയും ഗോൾഡിനകത്തിൽ അപ്സൈഡ് റാലി കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗോൾഡിനകത്തിൽ. നമ്മൾ കാര്യങ്ങൾ വിട്ടുപോവാണ്. അപ്പോൾ ഞാൻ ഇതെന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ഗതി എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് നോക്കേണ്ടത് 616 നമ്മുടെ തലവരയായിട്ട് നിൽക്കും. ഓക്കെ, ഈ 616 നിലനിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷയുള്ളൂ. 616 നിലനിർത്തിയാൽ. അങ്ങനെ 616 നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ 666 എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കി മാത്രം നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇല്ല 616 നിലനിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് താഴെയോ അല്ലെ ഫ്ലാറ്റായിട്ടോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 577 തൊട്ട് താഴെയുണ്ട്, പിന്നെ 24500 ഉണ്ട്. ഇതാണ് നിലവിലുള്ള അവസ്ഥ. ശേഷം കാഴ്ചയിൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ നാളെ 616 തലവരയായിട്ട് നിങ്ങൾ വെച്ചേക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇന്നലത്തെ 57,831 എന്ന് പറയുന്നത് നമ്മുടെ പഴയ ലെവൽ, ആ ലെവൽ തട്ടി മേലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. മോളി വര കാണണം. ഉണ്ട്, മോളി വരയുണ്ട്. അപ്പോൾ 830 സംഭവിക്കുന്ന നോക്കി മാത്രം ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. നമുക്കത് ബാങ്ക് നിഫ്റ്റിയിൽ വലുതായിട്ട് ആരും ട്രേഡ് ചെയ്യുന്നില്ല. നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ് നിഫ്റ്റി മിഡ് ക്യാപ്പിനകത്തിലുണ്ടായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആശാന്മാരും. ആരൊക്കെയാണ്? നമ്മുടെ ഹീറോ മോട്ടോകോപ്പും BSE രണ്ടുപേരും നല്ല രീതി. നോക്കിക്കേ, മിഡ് ക്യാപ്പിൻ്റെ സ്റ്റോക്കുകളെ കാണുന്നത് ഒരൊറ്റ ഒരെണ്ണം ഇന്ത്യ ബിക്സ് ഒഴിച്ച് ബാക്കി ഒരൊറ്റ ഒരെണ്ണം പച്ചയുണ്ടോ നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രാസ്റ്റിക്കായിട്ട് നല്ല രീതിയിൽ 14,920 നിന്ന് ഏകദേശം 812, ഏകദേശം 100 പോയിൻറ്റിൻ്റെ ഫോള് പിന്നെ മിഡ് ക്യാപ്പിനകത്തിലുണ്ടായി. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം നാളെ നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പം ഒരു ക്രൂഷ്യൽ സപ്പോർട്ടെന്ന് പറഞ്ഞത് 758 ഓക്കെ, 758 അടുത്ത സപ്പോർട്ടാണ്. ഇല്ല ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 848 സംഭവിക്കുന്നുള്ള കാര്യം നോക്കുക. ഇന്നലെ ആരോ പറഞ്ഞു സാർ സെൻസെക്സ് കൂടെ ഒക്കെ ഒന്ന് പറയണേ എന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് സെൻസെക്സ് കൂടെ, പക്ഷേ സെൻസെക്സും നിഫ്റ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലതാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പക്ഷേ നമ്മൾ കാര്യങ്ങളൊക്കെ വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഇന്നും ദൈവം സഹായിച്ച് നമ്മൾ വരച്ച ലെവലിൽ തന്നെയാണ് സെൻസെക്സ് നിൽക്കുന്നത്, 78,670 റേഞ്ചിൽ. പിന്നെ ഇത് ഗ്യാപ്പപ്പ് അവസാനത്തെ ഹങ്കാമയാണ്, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നാളെ 78,670 സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക, നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. നിലനിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 78,103 77,630 നമ്മൾ കാണും. ഇല്ല മുകളിലോട്ട് പോവുകയാണെങ്കിൽ 79,723. സമയം ഒത്തിരിയായി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ നമുക്ക് പറയാനുള്ളത്. ഇറാനും അമേരിക്കയുടെ വിഷയങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സത്യം പറയുന്നത് നിത്യജീവിതത്തിൻ്റെ സംഭവമായിട്ട് മാറിയേക്കാണ് യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് ഒരു സമവായം ഹൊർമൂസിൽ ഒരു സമവായം ഉണ്ടാകും. ഒമാനും ഇറാനും തമ്മിൽ ഒരു ഡീലിൽ രണ്ടുപേരുടെ ഒത്തുചേർന്നുകൊണ്ട് അവിടെ ഒരു പുതിയ റൂട്ട് ഉണ്ടാക്കുമെന്നൊക്കെ അടുത്ത ദിവസങ്ങളിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം ഞാൻ പറഞ്ഞത് നാളെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. അവസരം വരുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ മീറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ധാരാളം പേര് സഹകരിക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഏകദേശം 70% സീറ്റും ഓൾറെഡി ബുക്കായി. ഓക്കെ, ഇനിയും കുറച്ച് സീറ്റും കൂടെ മാത്രമേ ഉള്ളൂ. അതിനി നമ്മുടെ പിന്നെ 2 ആഴ്ച കൂടെ ഉണ്ട്. ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്, സാർ ഞങ്ങൾ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ, ഞങ്ങൾ വരുന്ന ദിവസം അവധി എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ, എന്തായാലും എല്ലാവരെയും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കും. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.